ഹായ്, ഇന്ന് നമ്മൾ നാരങ്ങ ഈന്തപ്പഴം അച്ചാറിടുന്നതാണ് കാണിക്കുന്നത്. 150 ഗ്രാം ഈന്തപ്പഴം കുരു കളഞ്ഞ് വിനാഗിരിക്കകത്ത് കുതിർത്ത് വെച്ചേക്കുന്നതാണേ. അത് മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വിനാഗിരി ഒഴിച്ചിടണേ. ഇത് 1/4 കിലോ നാരങ്ങ വാട്ടി ഉപ്പിനകത്ത് ഇട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പിനകത്തിട്ട് വെച്ചേക്കുന്നതാണ്. തലേദിവസം വെക്കണം. ഇനി ഇത് 2 ചോള വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഇത് കുറച്ച് കറിവേപ്പിലയെ, ഇത് 1 സ്പൂണ് കടുക്, ഇത് കുറച്ച് ഉലുവ പൊടിച്ചത്, ഇത് പച്ചക്കടുകാണ് 2 സ്പൂൺ പച്ചക്കടുക് ചതച്ചത്, ഇത് കുറച്ച് ശർക്കര. ഇത് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ വേണേലും ചേർക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് ആ പച്ചക്കടുക് ചതച്ചതിടാവേ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം, കറിവേപ്പില എല്ലാം കൂടെ. അത് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും തീ ഇച്ചിരി കുറച്ച് വെച്ചിട്ട് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാവേ. 2 സ്പൂണ് പിരിയമുളക് പൊടി, 1 സ്പൂണ് നമ്മുടെ എരിവുള്ള മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾ പൊടി, ഇത്ര ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങ ഇടാം. അതിനകത്തും വെള്ളമൊന്നും ചേർക്കരുതേ. അതിൻ്റെ നാരങ്ങയുടെ നീരുണ്ട്, അത് മാത്രം മതി. ഇപ്പം തലേദിവസം ഉപ്പിലിട്ടേക്കുന്നതായതുകൊണ്ട് നന്നായിട്ട് അതിൻ്റെ നീരിറങ്ങിയിട്ടുണ്ട്. അത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാവേ. അതിനകത്തും വെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മൾ ആ വിനാഗിരി മാത്രം മതിയേ. അത് കുതിർന്നിരിക്കുന്ന ആ വിനാഗിരി മതി ഈന്തപ്പഴത്തിനകത്ത് ഒഴിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ആ വിനാഗിരിയും കൂടെ ഈന്തപ്പഴം കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടെ നല്ലതായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് വെക്കാവേ. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇത് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈന്തപ്പഴം നാരങ്ങ അച്ചാറ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നേ. ഇത് നമ്മുടെ ഇതിന് ശകലം പോലും ഇതിന് കയ്പില്ല കേട്ടോ. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നാരങ്ങ എങ്ങനെ അരിഞ്ഞ് വെച്ചാലും കുറച്ച് കയ്പ്പ് വരുന്നതാണ്. ഇത് തലേദിവസം നമ്മൾ അരിഞ്ഞ് ഉപ്പിനകത്തിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് അതിന് ഒട്ടും കയ്പില്ല കേട്ടോ. നല്ല സൂപ്പറാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെയും നമ്മുടെ ചോറിൻ്റെ എല്ലാം കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ, ചപ്പാത്തിയുടെ കൂടെ. എന്ന് വെച്ചാൽ നല്ലൊരു എരിവും മധുരവും എല്ലാം കൂടെ ചേർന്ന പുളിയെല്ലാം കൂടെ. അപ്പോൾ അത് കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.